മുല്ലപ്പെരിയാർ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ വെച്ച് ചർച്ച ചെയ്യുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വരുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് സ്ഥലം അവർക്ക് നിശ്ചയിക്കാം. അവരെങ്ങനെ സ്ഥലം നിശ്ചയിക്കാൻ പറ്റും? ഇപ്പോൾ ഉള്ളത് 900 ഏക്കറിന്റെ ഒരു പാട്ട കരാറാണ്. കേരളത്തിന്റെ, അന്ന് പഴയ തിരുവിതാംകൂറിന്റെ 900 ഏക്കറോളം ഭൂമി അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിന്, ഇന്നത്തെ തമിഴ്നാടിന് വാടകയ്ക്ക് എന്ന് വെച്ചാൽ പാട്ടത്തിന് കൊടുത്തിരിക്കുക. അതിന്റെ പാട്ട പൈസ തരുള്ളൂ. അവിടെ അവരൊരു ഡാം കെട്ടി അവർ വെള്ളം കൊണ്ടുപോകും. നമ്മൾ പറയും നമ്മൾ പുതിയ ഡാം കെട്ടാം. പുതിയ ഡാം എവിടെ കെട്ടും? എന്തായാലും ഈ സ്ഥലത്ത് കെട്ടാൻ പറ്റില്ലല്ലോ. നമ്മൾ വീട് കെട്ടണ മാതിരി ഇത് പൊളിച്ചു കളഞ്ഞ് വേറൊരു സാധനം കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന് പുറത്ത് കെട്ടണം. ഇതിന് പുറത്ത് കെട്ടണമെങ്കിൽ കുറെ താഴെ കെട്ടണം. കാരണം ഇത് താഴത്തേക്കാണ്. താഴെ കെട്ടണമെങ്കിലുള്ള പ്രശ്നം, ഇതിന്റെ ഉയരം, ഈ ഉയരമെങ്കിലും നിലനിർത്തണമെങ്കിൽ ആ ഡാമിന്റെ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. അത് വലിയ ഡാമായിരിക്കും. ഇതിന്റെ പല മടങ്ങുള്ള ഡാമായിരിക്കും. അതിലെ വെള്ളം മുഴുവൻ കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എങ്ങനെയെങ്കിലും തമിഴ്നാടിനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ തമിഴ്നാട് അതിന് വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഡാം നിർമ്മാണ ചെലവിനെ കുറിച്ചും അവർ ബോധേടല്ല. അവരുടെ പ്രശ്നം ഈ കരാറാണ്. ഇപ്പൊ കേരളം ഇതും കൂടി ചേർത്ത് ഒരു 2000 ഏക്കറായി നോക്കിയ സ്ഥലം, അല്ലെങ്കിൽ 3000 ഏക്കർ. 3000 ഏക്കറുള്ള വെള്ളം തമിഴ്നാടിന് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല എന്റെ പ്രശ്നം. അത് വളരെ ചെറിയൊരു പ്രശ്നം. ഇതിനു വേണ്ടി എത്ര കാട് മുക്കിക്കളയേണ്ടി വരും? ബാക്കിയുള്ള ഏക്കർ മുഴുവൻ കാടാണ്. അതൊന്നാമത്തെ കാര്യം. 2, ഈ ഡാം ഇത്രയും ഉയരത്തിൽ പെട്ടുമ്പോൾ ഇതിന്റെ കരാർ എങ്ങനെയായിരിക്കും? കരാറിലെ പ്രശ്നം. പഴയ കരാർ വെച്ച് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം പഴയ കരാർ 900 ഏക്കറിനുള്ളൂ. ഇവ 2000 ഏക്കറോ 3000 ഏക്കറോ ഉണ്ടെങ്കിൽ ഈ 3000 ഏക്കറിനും ബാക്കിയുള്ള 999 വർഷത്തിൽ 130 വർഷം കഴിഞ്ഞാൽ 860 വർഷത്തെ കരാറുണ്ട്. കരാർ കൊടുക്കും. തമിഴ്നാട് വന്ന് കേരളത്തിന് കുറേയും കൂടി സ്ഥലം കൊടുത്ത് വേറൊരു പുതിയ ഡാം കെട്ടി ബാക്കിയുള്ള 869 വർഷത്തേക്ക് നിങ്ങൾ വെള്ളം എടുത്തോളൂ എന്ന് പറയാൻ കേരളത്തിന് പറ്റുമോ? മുഖ്യമന്ത്രി ആലോചിക്കാതെ പറഞ്ഞൊരു കാര്യമാണ്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. കാരണം ഇത് സുപ്രീം കോടതിയിൽ വരെ കേസ് പോയ ആളാണ്. സുപ്രീം കോടതിയിൽ ഞാൻ കൊടുത്ത ഹർജി സ്വീകരിക്കുകയും ആ ഹർജിയിൽ 2014 വിധിയിൽ ഒരു ഭാഗമായി തേർഡ് ഓൾട്ടർനേറ്റീവ് എന്ന അർത്ഥത്തിൽ വിധി തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, പുതിയ ഡാം പണിയുകയല്ലാതെ വേറെ മാർഗങ്ങളുണ്ട്. ടണൽ സൊല്യൂഷൻ, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഈ ഡാമിന് അപകടമില്ല. ആ അർത്ഥത്തിൽ ഒരു സൊല്യൂഷനിലേക്ക് എന്തുകൊണ്ട് 2 മുഖ്യമന്ത്രിമാരും ചർച്ചയ്ക്ക് പോകുന്നില്ല? പുതിയ ഡാം കെട്ടിയാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക നാശം മാത്രമല്ല, ഈ ഡാമിന് പരിസ്ഥിതി അനുമതി കിട്ടാനൊക്കെ വളരെ കാലം എടുക്കും. എത്രയോ കൊല്ലെടുക്കും. ആ കാലം വരെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കരാറിന്റെ നിയമപരമായ പ്രശ്നം, പാരിസ്ഥിതികമായ പ്രശ്നം, ഇതിന്റെ ചിലവ്, കേരളത്തിൽ നിന്ന് കൂടുതൽ വെള്ളം അവർ കൊണ്ടുപോകുന്നതിന്റെ കേരളത്തിന്റെ നഷ്ടം, ഇതെല്ലാം പരിഗണിക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരോ തയ്യാറാവണം. ഇതിപ്പോ ഈ സർക്കാരിൽ എല്ലാ സർക്കാരും വന്നാലും പുതിയ ഡാം പണിയെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരും അതാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒരു സർക്കാരും പോയി ഞങ്ങൾ പണിതോളാം, നിങ്ങൾ പണിയണ്ട. കാരണം സർക്കാർ കേരളത്തിന്റെ ഡാമാ പണിയുക, അവർക്ക് വേണ്ടത് തമിഴ്നാടിന്റെ ഡാമാണ്. രണ്ടിന് രണ്ടാണ്. ഇപ്പൊ മുല്ലപ്പെരിയാർ തമിഴ്നാടിന്റെ ഡാമാണ്. കേരളത്തിന്റെ മണ്ണിൽ തമിഴ്നാടിന് വേറൊരു ഡാം പണിയാന്ന് കേരളം സമ്മതിക്കുമോ? അപ്പൊ പ്രശ്നം അതാണ്. ഇനി മുല്ലപ്പെരിയാർ ഇപ്പൊ ഭീഷണിയുണ്ടോ? 100 വർഷം കഴിഞ്ഞ ഒരു ഡാം എന്നുള്ള നിലയ്ക്ക് ഏത് ഡാമിനും ഭീഷണിയുണ്ട്. ലോകത്ത് ഒരു ഡാം ഇങ്ങനെ നിർത്തില്ല, എല്ലാവരും ഡീകമ്മീഷൻ ചെയ്യും. അമേരിക്കയൊക്കെ 50 വർഷം കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. യൂറോപ്പും അതെ. പുതിയൊരു ഡാം അവർ കെട്ടുന്നില്ല. പുതിയ ഡാം കെട്ടുന്നത് ആകെ ചൈനയാണ്. അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. ബാക്കി ഒരു രാജ്യവും പുതിയ ഡാം കെട്ടുന്നില്ല. അപ്പൊ പ്രശ്നം, ഈ ഡാം സുരക്ഷിതമാണോ? സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ പല ആംഗിളിൽ നിന്ന് അത് പറയേണ്ടി വരും. ഇതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഗ്രാവിറ്റി ഡാം തകരുന്നതിന് 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ഭൂചലനമാണ്. 6.5 റിച്ചർ സ്കെയിലിൽ ഭൂചലനം മുല്ലപ്പെരിയാറിന്റെ പ്രദേശത്തുണ്ടായാൽ ഈ ഡാം തകരും എന്ന് റൂർക്കി IIT കേരളത്തിന് വേണ്ടി നടത്തി സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. എൻ്റെ ഒരു സംശയം, 6.5 റിച്ചർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടായാൽ ഇടുക്കി ജില്ലയിലെ 14 ഡാമുണ്ട്. ഏത് ഡാം ബാക്കി നിൽക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ ആർച്ച് ഡാമായ ഇടുക്കി നിന്നേക്കും. പക്ഷേ ഇടുക്കിയുടെ ഡാംസ് അല്ലെങ്കിൽ ആ റിസർവോയറിന്റെ ഡാമായ നമ്മുടെ
മറ്റേ മറ്റ് 2 ഡാമുകൾ നമ്മൾ തുറന്ന ഡാം അടക്കമുള്ള ഡാമൊന്നും നിൽക്കില്ല. അതപ്പോട്ടെ. രണ്ടാമത്തെ ചാൻസ് ഉള്ളത് അതിവർഷമാണ്. അതിവർഷം ഉണ്ടായാൽ ഡാം ഓവർഫ്ലോ ചെയ്യും. 70 സെന്റിമീറ്റർ മഴ ഒരു ദിവസം മുല്ലപ്പെരിയാറിന്റെ ആവാഹ പ്രദേശത്ത് പെയ്താൽ പൊളിയും എന്നാണ്. ആയിക്കോട്ടെ, അങ്ങനെ പെയ്യോ എന്നുള്ളത് പെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാലാവസ്ഥാ മാറ്റത്തിന്റെ പുതിയ കാലത്ത് അത് ഉണ്ടായിക്കൂടായില്ല. അപ്പൊ ഈ 2 സാധ്യതയും ഇപ്പോഴും ഉണ്ട്. ഇത് ഡൽഹി IIT പഠനം നടത്തി കേരളം സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ, സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പറയാം, സംഭവിച്ചാൽ അത് ഒഴുകി വരുന്ന ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ഡാമിൽ അപ്പോഴുള്ള കപ്പാസിറ്റി എത്രയായിരിക്കും? ഇപ്പോ ഇടുക്കി ഡാം 40% പോലും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50% താഴെയാണ്. ഇടുക്കിയുടെ 5-1 ശേഷിയെ മുല്ലപ്പെരിയാറിനുള്ളൂ. വെള്ളം എല്ലാം കൂടി ഒഴുകി വന്നാൽ, അങ്ങനെ വന്നാൽ ഇടുക്കി ഡാമിൽ എത്ര വെള്ളമുണ്ട് ആ സമയത്ത് എന്നും ചെറുതോണി പോലെയുള്ള ഡാമുകൾ നമുക്ക് തുറന്നു വിടാൻ 4-5 മണിക്കൂർ കിട്ടുമെന്നും ഇടുക്കി ഡാമിലെ വെള്ളം മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ അബദ്ധം ഒഴിവാക്കാം. വലിയ അബദ്ധം. പക്ഷെ എന്നാലും 4 പഞ്ചായത്തുകൾ ഒഴുകിപ്പോകും. അത് ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് സങ്കീർണമായ ഒരു വിഷയമാണ്. ഈ വിഷയത്തിന് ഒറ്റമൂലി ഡാം എന്ന പരിഹാരവുമായി മുമ്പോട്ട് പോയാൽ തമിഴ്നാട് പൊളിറ്റിക്കലി സമ്മതിക്കില്ല, ലീഗലി സമ്മതിക്കില്ല, എൻവറോൺമെന്റലി സമ്മതിക്കില്ല, നടക്കാൻ സാധ്യതയില്ല. അപ്പം നടക്കാൻ സാധ്യതയില്ലാത്തൊരു പരിഹാരം മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ മുമ്പിൽ വയ്ക്കുന്നത് വളരെ അപകടകരമാണ്. അത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് പറയുന്നതിന് ഒരു വിരോധമില്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു 50 വർഷം കഴിഞ്ഞാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും.